നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 3യിലേക്ക് സ്വാഗതം. കോസ്മെറ്റിക് ചികിത്സകളെക്കുറിച്ചും അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ഇന്ന് ഫില്ലറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വിവിധതരം ഫില്ലറിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് കഴക്കൂട്ടം ഫേസ് ഡെർമറ്റോളജിയിലെ ഡോക്ടർ ഫർസാനയാണ്. സ്വാഗതം ഡോക്ടർ ന്യൂസ് 3യിലേക്ക്. താങ്ക് യു അശ്വതി, താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ. ഓക്കെ മാം, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ കോസ്മെറ്റിക് ചികിത്സകൾ എപ്പോഴും സ്ത്രീകൾക്ക് ഒരുപാട് ഏറ്റവും കൂടുതൽ അങ്ങനെ അതിനെക്കുറിച്ച് തിരയുന്നതും അതിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നതും ഒക്കെ കൂടുതലും സ്ത്രീകളായിരിക്കും, പുരുഷന്മാരില്ല എന്നല്ല എങ്കിൽ കൂടിയും. അതിലേറ്റവും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നന്നായി ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഫില്ലേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഈ ഫില്ലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് അതുവഴി എങ്ങനെയാണ് കുറച്ചുകൂടി നമുക്ക് ഇംപ്രൂവ് ആവാൻ സാധിക്കുന്നത്? ഫില്ലറിനെ പറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഏജിങ് എന്താണെന്ന് മനസ്സിലാക്കണം. ഏജിങ് എന്താണ് ഈ ഫില്ലർ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൻറ്റി ഏജിങ് പ്രൊസീജിയേഴ്സ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ എളുപ്പമാവും. ഏജിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് പല ഫാക്ടേഴ്സ് ഉണ്ട് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന. നമ്മുടെ ജനറ്റിക്സ്, നമ്മുടെ അണ്ടർലൈങ് ഇൽനെസ്, നമ്മളെ ഹാബിറ്റ്സ്, എൻവയോൺമെൻറ്റ്, പൊല്യൂഷൻ, നമ്മളെ ഫുഡ് ഹാബിറ്റ്സ്, അങ്ങനെ പല ഫാക്ടേഴ്സാണ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ആഫ്റ്റർ 30 മെൻ ആൻഡ് വിമൻ വൺസ് ദേ ക്രോസ് 30 ഫൈൻ ആയിട്ടുള്ള ലൈൻസ് മുഖത്ത് കണ്ടെന്നിരിക്കും. ഇതൊക്കെയാണ് ഫസ്റ്റ് സൈൻസ് ഓഫ് ഏജിങ്. കൂടുതലായിട്ടും ഫൈൻ ലൈൻസ് തെളിഞ്ഞു വരുന്നത് കണ്ണിന് താഴെയായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഏജ് ആകുമ്പോഴത്തേക്ക് ബോഡിയിലുള്ള കൊളാജൻ ഫോർമേഷൻ കുറയും. അതുപോലെ തന്നെ മസിൽ ടോൺ, എസ്പെഷ്യലി ഫേഷ്യൽ മസിൽസിൻ്റെ ലാക്സിറ്റി, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ്. നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ബോൺ മിനറൽ ഡെൻസിറ്റി കുറയും. പിന്നെ ആസ് യൂഷ്വൽ ഗ്രാവിറ്റി താഴോട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു യൂത്തിലുള്ള ഒരു ട്രയാങ്കിൾ ഫേസ് എന്ന് പറയുന്നത് ഒരു 30-35 ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് സ്ക്വയർ ഫേസ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ അത് ഫേസ് മാത്രമല്ല, നെക്ക് ആൻഡ് ഹാൻഡ്സ്, ലെഗ്സ്, നമ്മുടെ അങ്ങനെ ഓരോ ബോഡി പാർട്ടിലും പല രീതിയിലായിരിക്കും ഈ ചേഞ്ചസ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഈ വിസിബിൾ ആയിട്ട് കാണുന്ന ചേഞ്ചസ് നമുക്ക് ഒരുപാട് പ്രായം തോന്നിക്കുമ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ കറക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആൻറ്റി ഏജിങ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അതിൽ ഒന്ന് മാത്രമാണ് ഫില്ലർ. ഓക്കെ, അപ്പോൾ ആൻറ്റി ഏജിങ്ങിനെ കുറിച്ച് കൂടി പറയണല്ലോ മാം. അതിൽ എന്തൊക്കെയാണ് കൂടുതൽ? അതിലൊന്നാണ് ഫില്ലർ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫില്ലറിലേക്ക് വരാം. ആൻറ്റി ഏജിങ്സ് എന്ന് പറയുമ്പോൾ അത് പല കാറ്റഗറി ഉണ്ട്. നമുക്ക് ഇൻജെക്റ്റബിൾസ് ആൻഡ് നോൺ ഇൻജെക്റ്റബിൾസ് എന്ന് പറയുമ്പോൾ ഒന്നും നമ്മുടെ ബോഡിയിൽ ഇൻജെക്റ്റ് ചെയ്യാതെ നാച്ചുറലായിട്ട് കൊളാജൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് നോൺ ഇൻജെക്റ്റബിൾ. അതിൽ വരുന്നതാണ് ഹൈഫോ, റേഡിയോ ഫ്രീക്വൻസി പ്രൊസീജിയേഴ്സ് എല്ലാം. നെക്സ്റ്റ് വൺ ഇസ് ദ ഇൻജെക്റ്റബിൾ വൺ. അതായത് നമ്മൾ സംതിങ് വി ആർ ഇൻജെക്ടിങ് ഇൻ ടു അവർ സ്കിൻ അല്ലെങ്കിൽ ഇൻ ടു അവർ ബോഡി. സോ അതിൽ ഒന്നാണ് ഫില്ലർ, ബൊട്ടോക്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ആൻറ്റി ഏജിങ് പ്രൊസീജിയേഴ്സ്. ഇതിൽ കോമൺ ഏതെന്ന് ചോദിച്ചാൽ എല്ലാം കോമൺ ആണ്. ഇപ്പോൾ ഫില്ലർ ചെയ്തിട്ട് ഹൈഫു കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഹൈഫു ബൊട്ടോക്സ് ചെയ്തിട്ട് പിന്നെ ഫില്ലർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ എല്ലാം ഇപ്പോഴത്തെ ഒരു കാലത്ത് എല്ലാം വളരെ കോമൺ ആണ്. ഓക്കെ, ഈ ഫില്ലറിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും അധികം നമ്മളിപ്പോൾ കേൾക്കുന്നത് ലിപ് ഫില്ലറിനെ കുറിച്ചാണ്, ലിപ് ഫില്ലിങ്ങിനെ കുറിച്ചൊക്കെയാണ്. മറ്റേ എവിടെയൊക്കെയാണ് ഈ ഫില്ലർ ഉപയോഗിക്കുന്നത് നമ്മൾ? ഫില്ലർ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ടേമാണ്. ഈ ഫില്ലറിലെ മോളിക്യൂൾ എന്താണെന്ന് ആദ്യം അറിയണം. ദാറ്റ് ഈസ് ഹൈലൂറോണിക് ആസിഡ്. ഈ ഹൈലൂറോണിക് ആസിഡ് എന്നത് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള മോളിക്യൂളാണ്. നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുന്നത് തന്നെ ഹൈലൂറോണിക് ആസിഡാണ്. അപ്പോൾ ഏജ് ആകുമ്പോഴത്തേക്ക് ഹൈലൂറോണിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു തുടങ്ങും. അതാണ് നമുക്ക് ഡ്രൈ സ്കിൻ, ഡ്രൈ ലിപ്സ് ഒക്കെ അനുഭവപ്പെടാൻ കാരണം. So the main concentration in a filler is a hyaluronic acid. So filler pala category ഉണ്ട്. For example, we can do under eye filler, chin filler, ലിപ് ഫില്ലർ, മിഡ് ഫേസ് ഫില്ലർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹൈലൂറോണിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷനും ഓൾസോ ദർ ക്രോസ് ലിങ്കിങ് ഈസ് ഡിഫറെൻറ്റ്. അതായത് അണ്ടർ ഐ ഫില്ലർ എടുത്ത് നമുക്ക് ജോയിൽ ചെയ്യാൻ പറ്റില്ല. ജോയിൻ്റെ നല്ലൊരു കറക്ഷന് വേണ്ടിയിട്ടുള്ളതിൽ ഹൈലൂറോണിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. സോ ദ സെയിം ഫില്ലർ ഫോർ ജോ വി കനോട്ട് യൂസ് ഫോർ ദിസ് അണ്ടർ ഐ ആൻഡ് ലിപ്സ്. അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ക്രോസ് ലിങ്കിങ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഫില്ലറിൻ്റെ സ്റ്റെബിലിറ്റി അതിൻ്റെ ക്രോസ് ലിങ്കിങ് കൊണ്ടാണ് വരുന്നത്. സോ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈലൂറോണിക് ആസിഡ് വി യൂസ് ഫോർ ദ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഫില്ലേഴ്സ്. ഓക്കെ, ഞാനൊരു കാര്യം കേട്ടോ, നമ്മൾ ഈ ഫില്ലേഴ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് ലിപ് ഫില്ലർ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു തെറ്റിദ്ധാരണകൾ
ഒരുപാടുണ്ട് എന്ന്. കാരണം ഞാൻ പോലും വിചാരിച്ചിരിക്കുന്നത് ചുണ്ടിന്റെ വലിപ്പം കൂട്ടാനാണ് ഈ ഫില്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതൊരു നമ്മുടെ ഒരു സൗന്ദര്യ സങ്കല്പത്തിൽ ഇപ്പോൾ അങ്ങനെയുള്ള ചുണ്ടുകൾക്ക് കൂടുതൽ എന്താണ് അട്രാക്ഷൻ അല്ലെങ്കിൽ ബ്യൂട്ടി ആണ് എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലടക്കം അത്തരത്തിലുള്ള റീലടക്കമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ലിപ് ഫില്ലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലിപ് ഫില്ലർ നമുക്ക് ലിപ്പിൻ്റെ റീഡിഫൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതായത് ഇപ്പം പലർക്കും പല ഷേപ്പ് ആയിരിക്കും ലിപ്സ്. അപ്പം മിക്കവാറും പേഷ്യൻസ് പറയുന്നത് ഫോട്ടോ എടുക്കുമ്പോൾ ചിരിക്കുമ്പോഴത്തേക്ക് എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു ചിരി അത്ര പ്ലീസിങ് ആയിട്ട് തോന്നുന്നില്ല. അതൊരു ഫാക്റ്റാണ്, അത് അവർക്ക് ശരിക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ റീഡിഫൈൻ ദ ലിപ്സ്. ചിലർക്ക് ലിപ്പിന് ഷേപ്പ് കാണില്ല, അതായത് കോൺടൂറിങ് ഇല്ല. അപ്പം നമുക്ക് ഈ ഫില്ലർ ഉപയോഗിച്ചിട്ട് കോൺടൂറിങ് ചെയ്യാൻ പറ്റും. ഓൾസോ ആസ് ദ നെയിം സജസ്റ്റ്, ഫില്ലർ എന്ന് വെച്ചാൽ ഇറ്റ് ഫിൽ സംതിങ്. ലിപ്പിൻ്റെ സൈസ് കുറവാണെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റും. ചിലർക്ക് ലോവർ ലിപ്പ് ആൻഡ് അപ്പർ ലിപ്പ് ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. പിന്നെ എസിമെട്രി ഉണ്ടാവും. എസിമെട്രി നമ്മൾക്ക് ഒരു പരിധി വരെ കറക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഡെഫിനറ്റ്ലി വി ക്യാൻ സ്വെൽ ദ ലിപ്സ്. അപ്പോൾ നമുക്ക് എത്ര വോളിയം വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാവരും വിചാരിക്കുന്നത് ഫില്ലർ ചെയ്താൽ മുഖം എക്സ്പ്രഷൻ ഇല്ലാതായി പോവും, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നീര് വന്ന പോലെ ഇരിക്കും. ഡെഫിനറ്റ്ലി അല്ല, നമുക്ക് ചൂസ് ചെയ്യാം. ലിപ്പിലൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് 1 ml തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2 ml 3 ml ഒക്കെ ലിപ്സിൽ എടുക്കുന്നവരുണ്ട്. നമുക്ക് എത്രത്തോളമാണ് ഡിസൈഡ് ക്വാണ്ടിറ്റി വേണ്ട, എത്ര വോളിയം നമുക്ക് വേണം, അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഓൾസോ റീഡിഫൈൻ നമുക്ക് ചെയ്യാം. അത് ശരിക്കും ഒരാളുടെ ചിരി അല്ലെങ്കിൽ ആ ഒരു കോസ്മെറ്റിക് അപ്പിയറൻസിനെ ബാധിക്കും. ഓക്കെ. അപ്പോൾ ഈ അതിൻ്റെ പരിശോധനയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ മുഖം മാറ്റാം അല്ലെങ്കിൽ മുഖം കുറച്ചുകൂടി നന്നാക്കാം എന്നാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ ഞാൻ ഏത് രീതിയിലുള്ള ആളാണെങ്കിലും ഞാൻ അതിന് എലിജിബിൾ ആണോ ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ? ഓക്കെ, നമ്മളിപ്പം സ്പെസിഫിക്കലി ഇഫ് യു ആർ ആസ്കിങ് അബൌട്ട് ലിപ് ഫില്ലർ, നമുക്ക് ഫേഷ്യൽ അനാറ്റമി തൊട്ട് പറയാം. അതായത് ഇപ്പം നമ്മൾ മുഖത്ത് ഓരോ പ്രൊപ്പോർഷൻസ് ഉണ്ട്. ഈച്ച് അപ്പർ ഫേസ്, മിഡ് ഫേസ് ആൻഡ് ലോവർ ഫേസ്, ഈച്ച് ക്വാഡ്രന്റിന് ഓരോ പ്രൊപ്പോർഷൻ ഉണ്ട്. ആ ഒരു പ്രൊപ്പോർഷൻ വന്നാലാണ് നമ്മുടെ മുഖത്തിന് ഓവറോൾ ഒരു ഭംഗി കൂടുന്നത്. ഇപ്പം നല്ലോണം നമ്മൾ ലിപ്പ് ഡിഫൈൻ ചെയ്തു ഒരു പേഷ്യൻറ്റ്, പക്ഷേ അവർക്ക് ചിന്നില്ല, അവർക്ക് ചിന്ന് വളരെ കുറവാണ്. അപ്പോൾ അവരുടെ ആ ലിപ്പ് ചെയ്തത് അത്ര ഒരു ഭംഗി കൂടണമെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു ഡു ദെയർ ചിൻ ഓൾസോ, ബിക്കോസ് ലിപ്പിൻ്റെ താഴെയല്ലേ ചിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളടുത്ത് ഒരാളൊരു കൺസേൺ പറഞ്ഞാൽ നമ്മൾ ഫുൾ ഫേസ് അസസ് ചെയ്യും. കംപ്ലീറ്റ് ഫ്രം ഫോർഹെഡ് ടു ചിൻ ഇൻക്ലൂഡിങ് ജോ ലൈൻ. അത് ഫുൾ അസസ് ചെയ്തിട്ട് എന്താണ് അവർക്ക് വേണ്ടതെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും, നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അക്കോർഡിംഗ്ലി ദേ ക്യാൻ ഡിസൈഡ്. ഇപ്പോൾ എനിക്ക് ലിപ്സ് മാത്രം മതി, ചിന്ന് വേണ്ട എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വി ഡോണ്ട് ഡു ദ ചിൻ. നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദേ ക്യാൻ ചൂസ് ഫൈനലി, ബിക്കോസ് വാട്ട് വി ആർ ഇൻജെക്ടിങ് ഇൻ ടു ദെയർ ബോഡി. ഓക്കെ, അതുകൊണ്ട് ദേ ക്യാൻ ചൂസ് ഇറ്റ് ഫൈനലി. പക്ഷേ ആ ഒരു പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ ഓവറോൾ ദേ ലുക്ക് റിയലി ഗുഡ്. അപ്പോൾ ഈ ഏജ്, ഡോക്ടർ, ഏജ് ഇതിനെന്തെങ്കിലും ഒരു തടസ്സമാണോ? അല്ലെങ്കിൽ ഏത് വയസ്സ് മുതലുള്ളവർക്ക്, ഏത് വയസ്സ് വരെ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ കഴിയും? ഐഡിയലി ആഫ്റ്റർ 18, 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഐഡിയൽ. ബിക്കോസ് ഇത് ഈ ലിപ് ഫില്ലറോ അല്ലെങ്കിൽ ഏതൊരു ഫില്ലർ പ്രൊസീജിയർ ആയാലും ഇഞ്ചെക്റ്റബിൾ ആണ്. അപ്പോൾ പെയിൻ അറിയാതിരിക്കാൻ നമ്മൾ മരവിപ്പിക്കുന്ന ക്രീം ഇട്ട് ഒരു 45 മിനിറ്റ്സിന് ശേഷമാണ് ചെയ്യുന്നത്. സോ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ മുഖത്ത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ദേ ആർ നോട്ട് എറ്റ് റെഡി ടു അക്സെപ്റ്റ് ദ പെയിൻ. ആ പെയിൻ ഫാക്ടർ നിൽക്കുന്നതുകൊണ്ട് ഒരു 18 ഇയേഴ്സ് കഴിഞ്ഞ് ചെയ്യുന്നതാണ് നല്ലത്. ഡെഫിനറ്റ്ലി 60 ഇയേഴ്സ് 72 ഇയേഴ്സ് വരുന്നവരൊക്കെ ഫില്ലർ ചെയ്യാൻ വരുന്നവരുണ്ട്. പക്ഷേ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ടൊരു ഡീറ്റെയിൽ മെഡിക്കൽ ഹിസ്റ്ററി എടുത്തിട്ട് ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഫില്ലർ ചെയ്യുള്ളൂ. ഓക്കെ, അതിൻ്റെ പ്രോസസ്സിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളുടെ പേര് ഉർഫി ജാവേദ്. ഉർഫി ഇതുപോലെ ലിപ് ഫില്ലർ ചെയ്തതിന് ശേഷം ലിപ്പ് മാത്രമല്ല മുഖവും കൂടി തടിച്ചൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ കണ്ടു. എല്ലാവർക്കും വലിയ ആശങ്കയുണ്ടാക്കിയ ഫോട്ടോ ഒക്കെ ആയിരുന്നു. ലിപ് ഫില്ലറൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർ ഒന്നുകൂടി ആലോചിക്കുന്ന സമയം കൂടിയാണെന്ന് തോന്നുന്നു. എന്താ സംഭവിച്ചത് ഉർഫിക്ക്? ഉർഫി ജാവേദിൻ്റെ പിക്ചേഴ്സ് കണ്ടിട്ട് മനസ്സിലായത് ഷീ ഹാഡ് ടേക്കൺ ഒരു മോർ ദാൻ ഫ്യൂ വോളിയം ഓഫ് ഫില്ലർ എമൗണ്ട് ലിപ്സിൽ എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചൂസ് ചെയ്യാം എത്ര ml വേണം. അപ്പോൾ ഒരു ഡിസൈഡ് എമൗണ്ടിനെക്കാട്ടിലും കൂടി പോയാലും ലിപ്സ് സ്വെല്ലൻ ആവാം. ഓൾസോ ലിപ് ഫില്ലറിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ് സ്വെല്ലിങ്. നമ്മൾ ജസ്റ്റ് തട്ടി ചുണ്ട് മുറിഞ്ഞാൽ തന്നെ ലിപ്പ് സ്വെല്ലാം. അപ്പോൾ ഈ ഫില്ലർ ടൈമിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഓരോ സ്ഥലത്തും സ്വെല്ലിങ് വരാം. അത് സ്വാഭാവികമാണ്. ദാറ്റ് ഗോ വിത്തിൻ 2-3 ഡേയ്സ് അല്ലെങ്കിൽ
മാക്സിമം ഒരാഴ്ചക്കകം ലിപ്പിൻ്റെ സ്വെല്ലിങ് അങ്ങ് മാറിക്കിട്ടും. പക്ഷെ നമ്മൾ അളവിൽ കൂടുതൽ സ്വെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫില്ലർ എടുത്താലാണ് അതിൻ്റെ ടിപ്പിക്കൽ പേരാണ് മങ്കി ലിപ്സ്. അതായിപ്പോയത് മേ ബി ആ ഫില്ലർ ചെയ്ത പ്ലെയിൻ ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അളവിൽ കൂടുതൽ ഫില്ലർ എടുത്തു, അല്ലെങ്കിൽ റോങ് പ്രോഡക്റ്റ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജോ ലൈൻ റീഡിഫൈൻ ചെയ്യുന്ന പ്രോഡക്റ്റ് എടുത്ത് നമുക്ക് ലിപ്സിനോ അണ്ടർ ഐക്കോ കൊടുക്കാൻ പറ്റില്ല. സോ റോങ് പ്രോഡക്റ്റ് സെലക്ഷൻ ആവാം, അല്ലെങ്കിൽ ടു മച്ച് വോളിയം ഓഫ് ഫില്ലേഴ്സ് ആവാം. ഓൾസോ ഷീ ഡെവലപ്പ് സ്വെല്ലിംഗ് ഓൺ ഹർ ചീക്സ് ഓൾസോ. ചീക്സിൽ മേ ബി ഫില്ലറിൻ്റെ വോളിയം കൂടിയതുകൊണ്ടാവാം. പക്ഷേ ഫില്ലറിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ലൈസ് ഇറ്റ്. ഇപ്പോൾ ഉള്ള ഉർഫിയുടെ പിക്ചർ കാണുമ്പോൾ അറിയാം, ആ ലിപ്പിൻ്റെ സ്വെല്ലിംഗ് ആണെങ്കിലും മുഖത്തെ സ്വെല്ലിംഗ് ആണെങ്കിലും ഒരു മാജിക് എന്നതുപോലെ പോയി. അത് മാജിക് അല്ല, നമുക്കത് ലൈസ് ചെയ്യാം. അതാണ് ഫില്ലറിൻ്റെ ഗുണം. ഇപ്പം ഞാൻ എടുത്ത ഫില്ലർ എനിക്ക് ഇത്രയും വേണ്ട, അല്ലെങ്കിൽ എനിക്കൊരു സ്വെല്ലിംഗ് വന്നു, ഡെഫിനറ്റ്ലി നമുക്ക് നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ ഓൺ ടേബിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈസ് ചെയ്യാം. വിത്തിൻ 2 days ആകുമ്പോഴത്തേക്ക് ആ ഫില്ലർ ആസ് എ ടോൾഡ് ഇറ്റ്സ് എ ഹൈലൂറോണിക് ആസിഡ്. സോ ഹൈലൂറോണിഡേസ് എന്ന മോളിക്യൂൾ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് നമ്മളത് ലൈസ് ചെയ്യുന്നത്. സോ ആ ഷേപ്പ് നമുക്ക് തിരിച്ച് റീഗെയിൻ ചെയ്യാൻ പറ്റും. സോ മേ ബി ഷീ മൈറ്റ് ഹാവ് ടേക്കൺ മോർ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചെക്ട് ചെയ്ത ടെക്നിക്ക് റോങ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ റോങ് പ്രോഡക്റ്റ് ആവും. ഡെഫിനറ്റ്ലി ഷീ ലൈസ്ഡ് ഇറ്റ്. ഓക്കെ, ഈ ബൊട്ടോക്സിനെ കുറിച്ചും കേൾക്കുന്നു മാം, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? ബൊട്ടോക്സ് ഈസ് ഓൾസോ അനദർ ആൻറ്റി ഏജിങ് പ്രൊസീജിയറിനായിട്ട് യൂസ് ചെയ്യുന്ന മോളിക്യൂളാണ്. ബട്ട് ബോത്ത് ആർ ഡിഫറെൻറ്റ്. ഫില്ലർ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് സ്വെൽസ്, ഇറ്റ് ആഡ്സ് വോളിയം ബിക്കോസ് ഇറ്റ് ഇസ് എ ഹൈലൂറോണിക് ആസിഡ്. അതുപോലെ തന്നെ നമ്മൾ ഫില്ലർ എടുത്താൽ നമ്മൾ മാക്സിമം ഹൈഡ്രേറ്റ് ചെയ്യണം, ബിക്കോസ് ഈ ഹൈലൂറോണിക് ആസിഡ് വാട്ടർ റീറ്റെയിനിങ് മോളിക്യൂളാണ്. അപ്പം നമ്മൾ ഫില്ലർ എടുത്ത എല്ലാവരോടും ഒരു 1 month നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയും. കാരണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് എഫക്റ്റ് വരുന്നത്. പക്ഷേ ബൊട്ടോക്സ് എന്ന് വെച്ചാൽ മസിൽ റിലാക്സൻ്റ് ആണ്. നമ്മൾ മസിൽസ് ഓവർ യൂസ് ചെയ്ത്, എസ്പെഷ്യലി ഫോർഹെഡ് മസിൽ, നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് അറിയാതെ തന്നെ ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ വരും. അപ്പം ഓരോ ലൈൻസ് വീഴുക, ആ മസിലിനെ റിലാക്സ് ചെയ്യുന്നതാണ് ബൊട്ടോക്സ്. സോ ബൊട്ടോക്സ് വി ഇഞ്ചെക്ട് ഇൻ ടു ദ മസിൽ ടു റിലാക്സ് ദ മസിൽ. പക്ഷേ ഫില്ലർ നമ്മൾ സബ്ക്യൂട്ടേനിയസ് ലെവൽ അല്ലെങ്കിൽ എബവ് ദ മസിലിൽ വോളിയം ആഡ് ചെയ്യാനാണ് ചെയ്യുന്നത്. ബൊട്ടോക്സ് ഒരിക്കലും വോളിയം തരില്ല, അത് ലൈൻസിനെ കുറയ്ക്കും, മസിൽ റിലാക്സ് ചെയ്യും. പക്ഷേ ഫില്ലർ എപ്പോഴും നമുക്ക് വോളിയം ആഡ് ചെയ്ത് തരും. രണ്ടിൻ്റെയും ഇഞ്ചെക്ട് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. പേഷ്യൻ്റ് സെലക്ഷൻ ഇസ് ഓൾസോ ഡിഫറെൻറ്റ് ആൻഡ് ദ നീഡിൽ യൂസ്ഡ് ഫോർ ബോത്ത് ഇസ് ഓൾസോ ഡിഫറെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് പ്രൊസീജിയറിലേക്ക് വിശദമായിട്ട് വരികയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ എനിക്ക് ലിപ് ഫിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഞാൻ ഡോക്ടറെ കാണാൻ വരികയാണെങ്കിൽ എന്തൊക്കെ പരിശോധനകളായിരിക്കും അതിന് മുൻപ് നടത്തുക? അങ്ങനെ എന്തെങ്കിലും നടത്താറുണ്ടോ? പിന്നെ ഇത് എത്ര ഞാൻ ഒരു ലിപ് ഫിൽ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ലാസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ളൊരു സംശയം. ഓക്കെ, ഡീറ്റെയിൽഡ് പേഷ്യൻ്റ് എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം അവർ ഡയറ്റ് ഹാബിറ്റ്സ് ആൻഡ് സൺ എക്സ്പോഷർ. സൺസ്ക്രീന് ഇടുന്നവരാണോ അല്ലെങ്കിൽ യൂസ് ചെയ്യാത്തവരാണോ, ഡയറക്റ്റ് വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നവരാണോ, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എലോങ് വിത്ത് ദാറ്റ് നമ്മുടെ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി ഡെയിലി എടുക്കുന്നവരാണോ, അല്ലെങ്കിൽ ഗ്രീൻ ടീ ഡെയിലി കുടിക്കുന്നവരാണോ, ബ്ലഡ് തിന്നേഴ്സ് എടുക്കുന്നവരാണോ, ദീസ് ആർ ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബിക്കോസ് ഇതെല്ലാം ബ്ലഡ് തിന്നേഴ്സ് ആണ്. അപ്പം നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ചാൻസസ് ഓഫ് റെഡ്നെസ് അല്ലെങ്കിൽ ബ്രൂസിങ്ങിന് കാരണം ഇതെടുക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ബൊട്ടോക്സ് ആണെങ്കിലും ഫില്ലർ ആണെങ്കിലും എനി ആൻറ്റി ഏജിങ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വരുന്നതിന് ഒരു 3 days 4 days മുന്നേ എക്സ്ക്ലൂഡിങ് ബ്ലഡ് തിന്നേഴ്സ് നമ്മൾ ഈ വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി എന്നുള്ള ഗ്രീൻ ടീ ഒക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറയും, എന്നിട്ടേ ചെയ്യുള്ളൂ. പിന്നെ ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ജനറേഷൻ ഫില്ലർ ക്യാൻ ലാസ്റ്റ് അപ് ടു 1.5 to 2 years. അതുവരെ നമ്മളെ ബോഡിയിലുണ്ടാവും. പിന്നെ ബോഡി പതുക്കെ അതിനെ ഡിസോൾവ് ചെയ്ത് കളയും. നമ്മളത് പോകുമ്പോഴത്തേക്ക് പഴയതിനെക്കാട്ടിലും മോശമാവുമോ നമ്മുടെ മുഖം എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഡെഫിനറ്റ്ലി നോട്ട്. നമ്മൾ അതിനനുസരിച്ചിട്ട് ഹൈഡ്രേഷൻ, ഈ സൺസ്ക്രീനൊക്കെ ഇട്ട് നമ്മുടെ സ്കിന്നൊന്ന് റെഡിയാക്കി വെച്ചാൽ ഡെഫിനറ്റ്ലി അതിനെക്കാട്ടിലും മോശമായി പോവില്ല. മേ ബി അന്ന് കണ്ടൊരു ചേഞ്ചസ് വിസിബിളായി തുടങ്ങാം. ഡെഫിനറ്റ്ലി യു ക്യാൻ റീഡു ഇറ്റ്. പക്ഷേ ബൊട്ടോക്സിൻ്റെ എഫക്റ്റ് ഒരു 6 to 8 months ഒക്കെ മാക്സിമം ലാസ്റ്റ് ചെയ്യുള്ളൂ. ഫില്ലർ വൺസ് ഇൻ എ ഇയർ ഓർ വൺസ് ഇൻ 2 years യു ക്യാൻ ടേക്ക്. ബൊട്ടോക്സ് once in 6 months definitely you can take. ഓക്കെ, ഇതിൻ്റെ ഒരു ഫീൽ എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു ചുണ്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ തടിപ്പ് വരുമ്പോൾ നമുക്കൊരു ഒരു ഭാരം ഫീൽ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി നേരത്തെ പറഞ്ഞത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉണ്ടാകുമോ? ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ ഈ ലിപ് ഫില്ലർ ചെയ്യാൻ വരുന്നവരുടെ ലിപ്സിന് നല്ല ഒരു ഷേപ്പ് ഇല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ ബോർഡേഴ്സ് ഡിഫൈൻ ചെയ്യാത്തതായിരിക്കും. ഈ ഫില്ലറിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഓൺ ടേബിളിൽ പേഷ്യൻസ് ആർ വെരി ഹാപ്പി. നമ്മളിത് ഒരു സൈഡ്, അതായത് ലിപ്സിൻ്റെ ഒരു ഹാഫ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് മിറർ കാണിച്ചു കൊടുക്കും. ദേ ആർ വെരി ഹാപ്പി. അതായത് അവരുടെ മുഖത്ത് തന്നെ എൻ്റെ മുഖം ഇത്രയും ഭംഗിയായോ എന്നുള്ളൊരു എക്സ്പ്രഷൻ കാണുമ്പോൾ നമ്മളും ശരിക്കും ഹാപ്പിയോ. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് വരുമ്പോൾ അവർക്ക് ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഇഞ്ചെക്ട്
ഇഞ്ചെക്ട് ചെയ്താൽ ആ ഒരു പെയിൻ അവരത് കാര്യമാക്കില്ല. പിന്നെ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കും എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി ഒരു 3 days 4 daysലേക്ക് സ്വെല്ലിംഗ് ഉണ്ട്. പിന്നെ പതുക്കെ സ്വെല്ലിംഗ് കുറഞ്ഞ് വന്നിട്ട് ലിപ്പിന് ഷേപ്പ് വരാൻ തുടങ്ങും. അതാണ് ഫില്ലേഴ്സ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വേണ്ട, പിന്നെ ചില ആൾക്കാർക്ക് ചില പോയിന്റ് കുറച്ച് ദിവസം കഴിഞ്ഞാലും ചെറിയൊരു സ്വെല്ലിംഗ് കാണാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലൈസ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, ഇത് എത്ര സിറ്റിങ്ങിൽ ചെയ്യാൻ പറ്റും മാം ഈ ലിപ് ഫില്ലിംഗ് ആണെങ്കിൽ? ഒറ്റ സിറ്റിങ്ങിൽ ചെയ്യാൻ പറ്റും. ഒറ്റ സിറ്റിങ്ങിൽ ടോട്ടൽ ഇറ്റ് ടേക്സ് അറൌണ്ട് 2 or 3 hours കഴിയുന്ന ഒരു പ്രൊസീജിയറാണ്. പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വിളിക്കും നോക്കാനായിട്ട്, എങ്ങനെയുണ്ട് ലിപ്സ് നോക്കാനായിട്ട്. 2 weeksന് ശേഷം വിളിക്കും. ഇഫ് ദേ വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് ആഫ്റ്റർ 1.5 to 2 years ഡെഫിനറ്റ്ലി ദേ ക്യാൻ റിപ്പീറ്റ്. അപ്പോൾ ഡോക്ടർ നേരത്തെ ഒന്ന് പറഞ്ഞു, ഈ ലിപ് ഫില്ല് ചെയ്യുമ്പോൾ അതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനം വെള്ളം കുടിക്കാൻ പറയുന്നതാണ്. അതുപോലെ ആഹാര രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ ഉണ്ടോ? ആഹാര രീതിയിൽ ലിപ്സിൻ്റെ ഫില്ലർ എടുത്തവർക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ജോ ലൈൻ ഫില്ലർ എടുത്തവരെടുത്ത് നമ്മൾ ഒരുപാട് കട്ടി ആഹാരങ്ങൾ കഴിക്കരുതെന്ന് പറയും. ബിക്കോസ് അങ്ങനെ ചവയ്ക്കുമ്പോൾ അവർക്കൊരു പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ മുഖത്തിൻ്റെ ലോവർ ഫേസ് കുറയ്ക്കാനായിട്ട് മസീറ്റർ ബൊട്ടോക്സ് എടുക്കും. അവരോടും ഒരുപാട് കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കരുതെന്ന് പറയും. ഡെഫിനറ്റ്ലി നല്ലതുപോലെ വെള്ളം കുടിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഗ്രീൻ ടീ പോസ്റ്റ് പ്രൊസീജിയർ ആണെങ്കിൽ ആഫ്റ്റർ 1 week ദേ ക്യാൻ റീസ്റ്റാർട്ട്. ഓക്കെ, ഈ ജോ ലൈൻ ഫില്ലറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലിപ്പ് പോലെ അല്ലല്ലോ, ജോ എന്ന് പറയുന്നത് ഒരു ബോണാണ്. അപ്പോൾ അവിടുത്തെ ഫില്ലിംഗ് കുറച്ച് റിസ്കി ആണോ? റിസ്ക് എല്ലാ ഫില്ലേഴ്സിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഫില്ലറും നമ്മൾ ഓരോ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഫേഷ്യൽ അനാട്ടമി അറിയണം, ഏതാണ് നോ ഗോ സോൺ എന്ന് അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. ലിപ്സിൽ നമുക്ക് ഡയറക്റ്റ് നീഡിൽ ഉപയോഗിച്ച് തന്നെ ഫില്ല് ചെയ്യാം. പക്ഷേ ജോയ്ക്ക് നീഡിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ജോയ്ക്ക് നമ്മൾ കാനുലയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ജോയുടെ എൻട്രി പോയിന്റ് വ്യത്യാസമാണ്. ഫസ്റ്റ് ജോയുടെ തുടങ്ങുന്ന അവിടെ ബോളസ് കൊടുക്കും, പിന്നെ ഈ ലൈനിലായിട്ടായിരിക്കും കൊടുക്കുന്നത്, പിന്നെ നമ്മൾ മോൾഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഫേഷ്യൽ അനാട്ടമി അറിയുന്ന ഒരു അസിസ്റ്റൻറ്റ് നമ്മളെ കൂടെ വേണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. കാരണം മോൾഡ് ചെയ്യാനും ഒക്കെ നമുക്ക് പാരലി ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ്, പാരലി ചെയ്യണം. സോ മോൾഡ് ചെയ്യാനൊക്കെ നമ്മൾ അറിയുന്ന ഒരു സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ നമുക്ക് കൂടെ വേണം. ഓക്കെ, നമ്മൾ ഈ ഫേസ് ലിഫ്റ്റിങ്ങിനെ കുറിച്ച് കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ആക്ട്രസ് ഒക്കെ ചെയ്യുന്ന ഈ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഫേസ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് സർജറി ആണോ മാം? ഫേസ് ലിഫ്റ്റ് 2 രീതിയിൽ ചെയ്യാം, സർജിക്കൽ ആൻഡ് ഓൾസോ നോൺ സർജിക്കൽ. നോൺ സർജിക്കൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഫില്ലർ ചെയ്ത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ത്രെഡ്സ് ഇട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നോൺ സർജിക്കലിൽ ആണ് ഇത് വരുന്നത്. സർജിക്കലിൽ വരുന്നതാണ് നമ്മൾ സർജിക്കൽ ഇൻസിഷൻ ഇട്ടിട്ട് ലിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ സർജിക്കലി ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നല്ലൊരു കോണ്ടൂറിങ് ഷേപ്പും കിട്ടുന്നത്. ഡെഫിനറ്റ്ലി ഒരു ഏജ് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പ് കിട്ടണമെങ്കിൽ സർജിക്കൽ തന്നെ വേണ്ടി വരും. നോൺ സർജിക്കൽ കൊണ്ടും നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടുന്നവരുണ്ട്. അതിനകത്ത് നേരത്തെ പറഞ്ഞൊരു സംശയമുള്ളത് നമ്മൾ നേരത്തെ അനക്കിക്കൊണ്ടിരുന്നത് പോലെ നമ്മുടെ പേശികളോ അല്ലെങ്കിൽ സ്കിന്നോ ഒന്നും അനങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ പരക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് വിശദമായിട്ട്? അതാണ് ഞാൻ പറഞ്ഞത്, യു ഹാവ് ടു ചൂസ് യുവർ ഇഞ്ചക്ടർ വൈസ്ലി. അതായത് നമുക്കിപ്പോൾ ഒരുപാട് വോളിയം വേണ്ട, ഒരുപാട് വോളിയമോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആ പ്ലെയിൻ ഓഫ് ഇഞ്ചക്ഷൻ ആണെങ്കിലും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഫ്രോസൺ അപ്പിയറൻസ് വന്നിരിക്കുക. അത് മെയിനായിട്ട് വരുന്നത് ബൊട്ടോക്സിനാണ്. ബൊട്ടോക്സ് ഇപ്പോൾ നമ്മൾ അപ്പർ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ മസിലിലാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിഫ്യൂസ് ചെയ്ത് പോയാലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അത് ഡിഫ്യൂസ് ചെയ്ത് ലിഡിലോട്ട് വന്നാൽ ലിഡ് ടോസിസ് ഉണ്ടാവും, നമുക്ക് പകുതി മാത്രമേ കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് യു ഹാവ് ടു ചൂസ് യുവർ ഇഞ്ചക്ടർ വൈസ്. പിന്നെ ഡെഫിനറ്റ്ലി ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ബൊട്ടോക്സ് ലാസ്റ്റ് ഫോർ ഓൺലി 6 months ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇതങ്ങ് പോയിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു ഓവറായിട്ട് ചെയ്താൽ പില്ലോ ഫേസ്, അതായത് നമ്മുടെ ഇപ്പം ആക്ടർ സുസ്മിത സെൻ അല്ലെങ്കിൽ കട്രീന കൈഫിൻ്റെ ഒക്കെ ഫേസ് കണ്ടിട്ടില്ലേ, കുറച്ച് സ്വെല്ലൺ ആയതുപോലെ, അതിനാണ് നമ്മൾ പില്ലോ ഫേസ് എന്ന് പറയുന്നത്. അതും നമുക്ക് ഫില്ലേഴ്സ് ഓവറായിട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ വരുന്ന കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ലൈസ് ഇറ്റ്. പിന്നെ മസിൽ പേശികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, ഇവർ മസിൽ റിലാക്സ് ചെയ്യത്തേ ഉള്ളൂ. ഇത് ഒരുപാട് പേര് എടുത്തിട്ടുണ്ട് ഈ ഫില്ലർ, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് എടുക്കുന്നുണ്ട് ബൊട്ടോക്സ്, പക്ഷേ നമ്മൾ അറിയുന്നില്ലല്ലോ. അതിന് കാരണം അവർക്ക് വേണമെന്ന അളവിൽ കറക്റ്റ് പ്ലെയിൻ ഓഫ് ഇഞ്ചക്ഷനിൽ ദേ ചൂസ് എ റൈറ്റ് ഇഞ്ചക്ടർ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അറിയത്തില്ല നമുക്ക് ചുറ്റുമുള്ള ആരൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുക്കാൻ പറ്റുന്നതും കൂടിയാണ് ഈ ഫില്ലേഴ്സ് ആൻഡ് ബൊട്ടോക്സ്. ഓക്കെ, തിരിച്ച് ലിപ്പിലേക്ക് വരുമ്പോൾ ലിപ്പ് നമ്മൾ ഫില്ല് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ കളറിങ് എന്ന് പറയുന്നത് വേറെയല്ലേ? ലിപ്പ് കളർ, നമുക്ക് പിഗ്മെൻറ്റേഷനുള്ള ലിപ്സിന് ആളുകൾ ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തായിരിക്കും അതിനൊരു പ്രതിവിധി എന്ന് ചോദിച്ച് നടക്കുന്നത്. പുറത്ത് പുരട്ടുന്നതൊക്കെ ട്രൈ ചെയ്ത് പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ചെയ്യാം എന്ന് വിചാരിച്ചു. അതിനെന്താണ് ലിപ്പ് കളറിങ് എങ്ങനെയാണ്?
ലിപ്പ് കളറിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും പല ഫാക്ടേഴ്സും ഉണ്ട്. ലിപ്പ് ഡ്രൈനെസ് കൊണ്ടിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കും. സോ വി ഗീവ് ദം ലിപ് ബാം. പിന്നെ അല്ലാതെ ജനറ്റിക്കലി ചിലർക്ക് ലിപ്പ് നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അവർക്ക് നമുക്ക് ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്ന ലേസർ ആൻഡ് പീൽസ് ചൂസ് ചെയ്യാം. അതിൽ കുറച്ച് സെഷൻസ് കഴിയുമ്പോൾ വ്യത്യാസം. പക്ഷേ ചിലർക്ക് നല്ല ഡാർക്ക് ലിപ്സ്, എസ്പെഷ്യലി സ്മോക്കേഴ്സ് അല്ലെങ്കിൽ ജനറ്റിക്കലി നല്ല ഡാർക്ക് ലിപ്സ് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ലിപ്പ് ടാറ്റൂയിങ് പോലെ ചെയ്യാൻ പറ്റും. അതിൻ്റെ പേരാണ് ലിപ്പ് മൈക്രോബ്ലേഡിങ്. ചെറുതായിട്ട് ഇങ്ക് കളർ നമുക്ക് ചൂസ് ചെയ്യാം. അത് നമ്മൾ ഇതിൻ്റെ സ്കിന്നിലേക്ക് ജസ്റ്റ് ഫൈൻ കട്ട്സ് വെച്ചിട്ട് ഇൻഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ നമ്മൾ വണ്ണം കുറയ്ക്കാനായിട്ട് ജിമ്മിൽ പോകുമ്പോൾ ആദ്യം അവരോട് പറയുന്ന ഒരു പക്ഷേ ഡബിൾ ചിന്നിൻ്റെ കാര്യമായിരിക്കും. എനിക്ക് ആദ്യം കുറയ്ക്കേണ്ടത് എൻ്റെ ഡബിൾ ചിന്നാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഡബിൾ ചിന്നിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ഡബിൾ ചിന്നിന് ഇപ്പം നമ്മളൊരു പ്രൊസീജിയർ ചെയ്തിട്ട് ആ ക്ലയൻറ്റ് നല്ല ഹാപ്പി ആവണമെങ്കിൽ ദേ ഹാവ് ടു ടേക്ക് എഫേർട്ട് ഫ്രം ദെയർ സൈഡ്. അതായത് വെയിറ്റ് റിഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ല ഒരു ഫാറ്റ് ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ് ഡബിൾ ചിന്ന് കൊണ്ട്. നമുക്കത് പിടിക്കുമ്പോൾ നല്ല പിഞ്ച് ഓഫ് ഫാറ്റ് കിട്ടുക. നമുക്ക് ഒരു പരിധി വരെ ഹൈഫു അല്ലെങ്കിൽ ലൈപ്പോലൈസിസ് ഇഞ്ചെക്ഷൻ ത്രെഡ്സ് ഒക്കെ ഇട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനോടൊപ്പം തന്നെ നല്ല റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു കണ്ടിന്യൂ ദെയർ വെയിറ്റ് ലോസ് ജേർണി. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അതെ, മറ്റൊരു കാര്യം, ഒരാളുടെ മുഖം ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് അടക്കം അല്ലെങ്കിൽ ലിപ് ഫില്ലർ അടക്കം ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ മുഖം മൊത്തത്തിൽ മാറിപ്പോകാതിരിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ആ ആളുടെ മുഖം തന്നെ മാറിപ്പോയി അല്ലെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോകരുത്, അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട്. അപ്പം അത് അവരുടെ ഇഷ്ടം. ഓക്കെ, അവർ പറയുന്നു എൻ്റെ ചുണ്ട് ഇത്ര സ്വെല്ല് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ഉയരത്തിലിരിക്കണം, ആ രീതിയിലിരിക്കണം, ഷേപ്പ് ഇരിക്കണം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടേക്ക് അഡ്വൈസ് കൊടുക്കാറോ അതൊക്കെ ഉണ്ടോ? ഡെഫിനറ്റ്ലി നമ്മൾ അഡ്വൈസ് കൊടുക്കാറുണ്ട്. അഡ്വൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോസ്റ്റ് പ്രൊസീജിയർ ആണെങ്കിൽ കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാഴ്ച നമ്മൾ തല ഉയർത്തി വെക്കാൻ പാടുള്ളൂ, ഇതിൻ്റെ മൈഗ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തല കുനിച്ച് വെക്കാൻ പാടില്ല, അങ്ങനെയുള്ള അഡ്വൈസ് കൊടുക്കണം. പിന്നെ കൃത്യമായിട്ട് ഇവരെ നമ്മൾ ഫോളോ അപ്പിന് വിളിക്കണം, എങ്ങനെയുണ്ട്, അവർ ഹാപ്പി ആണോ. നമ്മൾ ഡെഫിനറ്റ്ലി ഏതൊരു പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ വി നീഡ് ടു അക്സെപ്റ്റ് സം കോംപ്ലിക്കേഷൻസ്. അത് ഫില്ലറിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് വരുമ്പോൾ റെഡ്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ചെറിയ തടുപ്പ് പെയിനൊക്കെ ആയിരിക്കും. അതൊരു മിനിമൽ കോംപ്ലിക്കേഷൻസ് ആണ്. വളരെ റെയർ ആയിട്ട് മാത്രമേ നല്ല സ്വെല്ലിംഗ് ഒക്കെ കണ്ടിട്ടുള്ളൂ. സോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ അവരെ വിളിക്കും. അതായത് ഒരു 2 വീക്സ് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമ്മളത് ഫോളോ അപ്പ് ചെയ്യും. ആ 2 വീക്സ് വരെ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും വിടുന്നത്. ഈ ഉള്ളിലേക്ക് കഴിക്കുന്നതിനപ്പുറം എല്ലാവരും തിരക്കുന്ന ഒരു കാര്യം, എനിക്ക് വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ സ്കിന്നിന് വേണ്ടി എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയർ താങ്കൾ പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ 18 വയസ്സ് അല്ലെങ്കിൽ ടീനേജ് ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ കൺസേൺ ചെയ്യാം. അയ്യോ, ഇനി മുഖക്കുരു വരുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പാട് പോകുമോ എന്നൊക്കെയുള്ളൊരു ഒരു പേടിയും ആശങ്കയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഒരു നോർമൽ സ്കിൻ കെയർ പറയുകയാണെങ്കിൽ ഏറ്റവും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ എന്ന് പറയാമോ? നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്താലും സൺസ്ക്രീൻ മസ്റ്റാണ്. ഇപ്പോൾ ഉള്ളൊരു UV ഇൻഡെക്സ് എന്ന് പറയുന്നത് 12-13ഒക്കെയാണ്. അപ്പോൾ ഓരോ വർഷവും UV റേസ് നമ്മൾ അത്രയും എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഓൾസോ ഹാംഫുൾ UV റേസ്. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹോം കെയർ റെമഡീസ് എന്ന് പറയുമ്പോൾ യു ക്യാൻ ട്രൈ ഡിഫറെൻറ്റ് റെമഡീസ്. എന്ത് ചെയ്താലും ഫസ്റ്റ് നിങ്ങൾ ഫുൾ ഫേസ് ഇടാതെ ഒരു പാച്ച് ടെസ്റ്റ് എന്നോണം കവിളിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ കഴുത്തിലോ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ അലർജി ഒന്നും വരുത്തുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ഫുൾ ഫേസ്. അതിൽ ഏറ്റവും നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന തൈരാണ്. തൈരിൽ എന്തുണ്ട്? ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഇപ്പോൾ ലാക്റ്റിക് ആസിഡ് ആകുമ്പോഴത്തേക്ക് ഈ ആക്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയോപാട്രയൊക്കെ വീക്ക്ലി ട്വൈസ് ഒക്കെ തൈരിലായിരുന്നു അവർ കുളിച്ചുകൊണ്ടിരുന്നത്, അവരുടെ ഫുൾ ബോഡി. അതായത് ആ ലാക്റ്റിക് ആസിഡ് എക്സ്ഫോളിയേറ്റ്. പക്ഷേ ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല. മന്ത്ലി ട്വൈസ് ഒക്കെ നിങ്ങൾക്ക് തൈര് കുറച്ച് കുഴച്ച് മുഖത്തിടുന്നത് നല്ലതാണ്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഓറഞ്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് നമ്മൾ മുഖത്തിടാറുണ്ട്, പക്ഷേ അത്രയും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് താങ്ങത്തില്ല. അത് വേണ്ട, സിമ്പിളായിട്ട് തൈരൊക്കെ യു ക്യാൻ അപ്ലൈ. പിന്നെ വൺസ് ഇൻ എ വൈൽ സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. ഈ കോഫി പൗഡറും തേനും ഇട്ട് സ്ക്രബ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഡെയിലി അങ്ങനെ സ്ക്രബ് ചെയ്യരുത്. അതിലെ ചെറിയ തരികൾ തന്നെ സ്കിന്നിലെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ റെക്കമെൻഡഡ് ട്വൈസ് എ മന്ത് ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈവൻ മിൽട്ടി അതൊക്കെ കുഴച്ചിടാം. അപ്പോൾ എപ്പോൾ ചെയ്യുമ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് പോലെ ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിന് മാത്രമേ ഫുൾ ഫേസ് ഇടാവുള്ളൂ. നമ്മളിതൊക്കെ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ വെയിൽ കൊണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് നെക്സ്റ്റ് ഡേ ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ ഇട്ട്
കറക്റ്റായിട്ട് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ മിനിമം യു നീഡ് എ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അത്രയും മതി. നൈറ്റിൽ ഇഫ് യു വാണ്ട് വി കൻ ആഡ് വൈറ്റമിൻ സി സിറം ഓർ നയസിനമൈഡ്, സം ബ്രൈറ്റനിങ് സിറം. ഇതാണ് മിനിമൽ സ്കിൻ കെയർ റൊട്ടീൻ. ഇതിനോടപ്പുറത്തേക്ക് വേണ്ടത് ഈ ആക്നെ വരുന്നവർക്കും പാടുകൾ വീഴുന്നവർക്കും ഒക്കെയാണ്. പിന്നെ ഹെൽത്തി ഫുഡ് ആൻഡ് ഹൈഡ്രേഷൻ, 3 to 4 ലിറ്റർ വെള്ളം കുടിക്കണം. ഗ്രീൻസ് ആൻഡ് വെജിറ്റബിൾസ് പ്ലസ് ഫ്രൂട്ട്സ് യു ഹാവ് ടു ഇൻക്ലൂഡ് ഇൻ യുവർ ഡയറ്റ്. ഞാൻ ഇൻട്രൊഡക്ഷൻ തുടങ്ങിയതിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് സ്ത്രീകളാണ് അല്ലെങ്കിൽ പെൺകുട്ടികളാണ് കൂടുതലായിട്ട് സൗന്ദര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യാറ് അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ തേടി വരാറ് എന്നുള്ളതാണ്. ഇതിൽ നിൽക്കുന്ന ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ എങ്ങനെയാണ് മലയാളികളുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ റേഷ്യോ, അനുപാതം എങ്ങനെയാണ്? സ്ത്രീകൾ പെൺകുട്ടികളാണോ അതോ ആൺകുട്ടികളാണോ, സ്ത്രീകളാണോ പുരുഷന്മാരാണോ? ഡെഫിനറ്റ്ലി ബോത്ത്. സ്ത്രീകളും പുരുഷന്മാരും ഇപ്പം വളരെ കൺസേൺഡ് ആണ്. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ്റെ ഉപയോഗം അല്ലെങ്കിൽ സിറമൊക്കെ വളരെ ഏജിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പെൺകുട്ടികളാണ്. ആൺകുട്ടികൾ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ അവരത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഒരു 30 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊപ്പോർഷൻ നോക്കുമ്പോൾ രണ്ടും സിമിലർ ആണ്. അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തന്നെ കൺസേൺഡ് ആണ്. ബിക്കോസ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, പിന്നെ നമ്മുടെ സൊസൈറ്റിയുടെ ഡെഫിനിഷൻ ഓഫ് ഫേസ് കോണ്ടൂറിങ് ഇപ്പോൾ മാറിയിട്ടുണ്ടല്ലോ. പണ്ടത്തെ കാലത്ത് നല്ല പ്ലം ആയിട്ടുള്ള ഫേസ്, നല്ല ചീക്സ് ഉള്ള പ്രീതി സിന്റനെ പോലുള്ളവരൊക്കെ ആയിരുന്നു നമ്മുടെ ഉർവശി, അങ്ങനെയുള്ളവരായിരുന്നു അന്നത്തെ കാലത്ത് നല്ല സൗന്ദര്യം. പക്ഷെ ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ ഫുള്ള് മാറിയല്ലോ, ജോ റീഷേപ്പിങ് കൺസെപ്റ്റ് മാറി. ഇപ്പൊ എല്ലാവരും ബക്കൽ ഫാറ്റ് ഒക്കെ റിമൂവ് ചെയ്ത് കവിളൊക്കെ അകത്തോട്ട് വന്ന് ജോ റീഷ്, അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊപ്പോർഷനായി. അപ്പൊ അങ്ങനെ ചോദിച്ചു വരുന്ന പലരും ഉണ്ട്. അപ്പൊ നമ്മളെ എങ്ങനെയാണോ നമ്മുടെ ഫേസ്, ഫസ്റ്റ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ സ്കിൻ കളറും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷനൊക്കെ ആണെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തന്നെയാണ് ചോദിച്ചു വരുന്നത്. ഒന്ന് നമ്മൾ നമ്മുടെ സ്കിന്നെ നമ്മുടെ ഫേസ് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഡെഫിനറ്റ്ലി ചേഞ്ചസ് ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും ലിപ്സിന് ഒരു ഷേപ്പ് ഇല്ല അല്ലെങ്കിൽ കോണ്ടൂറിങ് ഇല്ലാത്തവർക്കൊക്കെ ഡെഫിനറ്റ്ലി ലിപ് ഫില്ലർ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ജോ ലൈൻ വേണം എന്നുള്ളവർക്ക് ജോ ഫില്ലർ ഇസ് എ ഗുഡ് ഓപ്ഷൻ. അങ്ങനെ നമുക്ക് വേണ്ട അളവിൽ നമ്മൾ ഫുള്ള് അനാട്ടമി അസസ് ചെയ്തിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ. അതിന് നിങ്ങൾ നല്ലൊരു ഇഞ്ചക്ടറിനെ ചൂസ് ചെയ്യുക. ചൂസ് യുവർ ഇഞ്ചക്ടർ വൈസ്ലി, ചൂസ് യുവർ പ്രോഡക്റ്റ് വൈസ്ലി ആൻഡ് ചൂസ് വാട്ട് യു നീഡ്. നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ ആയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ക്ലിയർലി ആദ്യമേ വരുമ്പോൾ തന്നെ നമ്മളോട് പറയണം. അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ എൻഹാൻസ് ചെയ്ത് തരാമെന്ന് ഞങ്ങളും കൂടെ അനലൈസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫേഷ്യൽ അനാട്ടമി അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്ന നമ്മൾ പേഷ്യൻസിന്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എന്തായാലും ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിനും താങ്ക് യു സോ മച്ച്. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ അതിഥികളും അറിവുമായി വീണ്ടും കാണാം. നമസ്കാരം.